പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ മുടങ്ങിയിരിക്കെ സുപ്രധാന നീക്കവുമായി റഷ്യ രംഗത്ത്. പ്രശ്നപരിഹാരത്തിന് മധ്യസ്ഥത വഹിക്കാമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്ന റഷ്യ ഇറാൻ അമേരിക്കൻ ചർച്ചകളിലെ സ്തംഭനത്തിനിടെ ഇറാനുമായി ചർച്ച നടത്തി. ആണവ വിഷയത്തിലെ പരിഹാരവും ഹോർമുസ് പ്രതിസന്ധിയും ഇറാനും റഷ്യയും ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യ മന്ത്രിമാർ തമ്മിലാണ് സംസാരിച്ചത്. പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുന്ന സമാധാന ചർച്ചകൾ സ്തംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ റഷ്യയുടെ നീക്കത്തെ ലോകം അതീവ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. പ്രശ്നപരിഹാരത്തിന് റഷ്യൻ മധ്യസ്ഥതയ്ക്ക് ഇറാൻ നേരത്തെ തന്നെ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ അമേരിക്ക ഇതുവരെയും ഈ നീക്കത്തെ അനുകൂലിച്ചിട്ടില്ല. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലെ ചർച്ചകൾ അനിശ്ചിതത്വത്തിലായ സാഹചര്യത്തിൽ റഷ്യൻ നീക്കത്തിന് അമേരിക്ക പച്ചക്കൊടി കാട്ടുമോ എന്നത് കാത്തിരുന്ന് കാണണം. അമേരിക്കയുമായുള്ള യുദ്ധം വീണ്ടും ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇറാൻ അറിയിച്ചിട്ടുമുണ്ട്. ഇറാനിയൻ സൈന്യത്തിന്റെ കേന്ദ്ര കമാൻഡിലെ മുഹമ്മദ് ജാഫർ അസദിയാണ് യുദ്ധമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അറിയിച്ചത്. അമേരിക്കയുടെ ഏത് നീക്കം നേരിടാനും സായുധസേന പൂർണ്ണ സജ്ജമെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇറാന്റെ പുതിയ നിർദ്ദേശത്തിൽ ട്രംപ് തൃപ്തനല്ലെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഇറാന്റെ പുതിയ പ്രതികരണം എത്തുന്നത്. ഇറാന്റെ പുതിയ നിർദ്ദേശങ്ങൾ അംഗീകരിക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് വ്യക്തമാക്കിയിരുന്നു. കരാറിലെത്താൻ ഇറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒത്തുതീർപ്പ് നിർദ്ദേശങ്ങളിൽ താൻ അതൃപ്തനാണ്. ഇറാൻ ഭരണകൂടത്തിനുള്ളിൽ കടുത്ത ഭിന്നതയുണ്ടെന്നും തുടർ സൈനിക നടപടിയോ സമാധാന കരാറോ ആണ് മുന്നിലുള്ള വഴികളെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇറാൻ ഭരണകൂടത്തിനുള്ളിൽ കടുത്ത ഭിന്നതയുണ്ടെന്നും 2-3 ഗ്രൂപ്പുകളായി അവർ തിരിഞ്ഞുവെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. മാനുഷികമായി നോക്കുമ്പോൾ യുദ്ധം താൻ താൽപര്യപ്പെടുന്നില്ല. തുടർ സൈനിക നീക്കങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ അമേരിക്കൻ സെൻട്രൽ കമാൻഡിൽ നിന്നും ലഭിച്ചതായി ട്രംപ് സ്ഥിരീകരിച്ചു. മാധ്യമപ്രവർത്തകരുമായി വൈറ്റ് ഹൌസിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ്. ഇതിന് പിന്നാലെയാണ് യുദ്ധം വീണ്ടും ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കി ഇറാൻ തന്നെ രംഗത്ത് എത്തിയിരിക്കുന്നത്. അതേസമയം ആണവ വിഷയം ചർച്ചയിലെത്തിക്കാൻ അമേരിക്കയും ചർച്ചകളിൽ പുതിയ ഭേദഗതി സമർപ്പിച്ചിട്ടുണ്ട്. യുദ്ധത്തിന്റെ സാമ്പത്തിക ആഘാതത്തിന്റെ തൊഴിലാളികൾക്ക് പുതിയ സന്ദേശവുമായി ഇറാൻ പരമോന്നത നേതാവ് മുസ്തഫ ഖമനേയും രംഗത്തെത്തിയിരുന്നു. തൊഴിലാളികളെ പിരിച്ചുവിടുന്നതിൽ നിന്ന് കമ്പനികൾ പരമാവധി വിട്ടുനിൽക്കണമെന്ന് തൊഴിലാളി ദിനത്തിൽ ഇറാൻ പരമോന്നത നേതാവ് രാജ്യത്തെ കമ്പനികളോട് നിർദ്ദേശം നൽകി. രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ പരമാവധി ഉപയോഗിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. അതേസമയം ഇറാനിയൻ തുറമുഖങ്ങൾ ഉപരോധിക്കുന്നത് തങ്ങളുടെ ഭരണകൂടത്തിന് വളരെയധികം ലാഭകരമായ ഒരു ബിസിനസ് ആണെന്നാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇത് വളരെ ലാഭകരമായ ഒരു ബിസിനസ്സാണ്. ഞങ്ങൾ ഒരു തരത്തിൽ കടൽക്കൊള്ളക്കാരെ പോലെയാണെന്നാണ് ട്രംപ് പറഞ്ഞത്. ഈ മേഖലയിലെ സംഘർഷങ്ങൾക്കിടയിൽ ഇറാന്റെ മേൽ യുഎസ് ചെലുത്താൻ ലക്ഷ്യമിടുന്ന സാമ്പത്തിക സമ്മർദ്ദത്തെക്കുറിച്ചും ട്രംപ് പറഞ്ഞു. ഒമാൻ ഉൾക്കടൽ പോലുള്ള പ്രധാന ജലപാതകളെ കേന്ദ്രീകരിച്ച് പ്രധാനമായും നടപ്പിലാക്കുന്ന ഉപരോധം ഇറാന്റെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നായ എണ്ണ കയറ്റുമതിയെ സാരമായി ബാധിച്ചു. ഇറാന്റെ പ്രാദേശിക പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് കണ്ടെത്താനുള്ള കഴിവ് കുറയ്ക്കാനും ചർച്ചകളിലേക്ക് നയിക്കാനുമുള്ള വിപുലമായ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ നീക്കമെന്ന് യുഎസ് ഉദ്യോഗസ്ഥൻ വാദിക്കുന്നു. യുഎസും ഇറാനും തമ്മിലുള്ള പ്രതിസന്ധി പരിഹരിക്കാനുള്ള നയതന്ത്രപരമായ ശ്രമങ്ങൾ വിജയം കാണാത്ത സമയത്താണ് ഉപരോധം വരുന്നത്. ഇത്തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തൽ അത്യാവശ്യമാണെന്ന് യുഎസ് ആവർത്തിച്ചു പറയുമ്പോൾ ഈ നിർദ്ദേശങ്ങൾ ഇറാൻ നിയമവിരുദ്ധമാണെന്ന് അപലപിക്കുകയും ഹോർമുസ് എന്ന തന്ത്രപ്രധാനമായ പാതയിൽ പിടിമുറുക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഉപരോധം കാരണം ഇറാൻ എണ്ണ വരുമാനത്തിൽ ഏകദേശം $5 ബില്യൺ നഷ്ടം സംഭവിച്ചതായി യുഎസ് പ്രതിരോധ വകുപ്പ് കണക്കാക്കുന്നു. ഏപ്രിൽ 13 ആരംഭിച്ച ഈ ഉപരോധം പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടന്ന സമാധാന ചർച്ചകൾക്ക് ഫലം കാണാൻ കഴിയാത്തതിനാൽ സംഘർഷം അവസാനിപ്പിക്കാനുള്ള പ്രധാന ശ്രമമായി സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. എണ്ണയോ നിരോധിത വസ്തുക്കളോ വഹിക്കുന്നതായി സംശയിക്കുന്ന 40ഓളം കപ്പലുകൾ ഈ ഓപ്പറേഷൻ ആരംഭിച്ചതിനു ശേഷം വഴിതിരിച്ചു വിട്ടിട്ടുണ്ടെന്ന് പെന്റഗൺ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.